ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷ് കൺമണിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ക്രഷിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. രാവിലെയായി. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയോടും അച്ഛനോടും തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണം. കൺമണിയാണ് തനിക്ക് ഇഷ്ടം എന്നുള്ളത് അവരെ അറിയിക്കണം. അവർ സമ്മതം മൂളും എന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അതിനുശേഷം എന്തായാലും മഹിയെ ഒന്ന് വിളിച്ചു നോക്കാം. അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ മഹിയെ വിളിക്കുന്നുണ്ട്. മഹിയെ വിളിക്കുമ്പോഴത്തേന് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ് പറയുന്നുണ്ട്, എനിക്ക് കൺമണിയെ തന്നെ വിവാഹം കഴിക്കണം, ഇപ്പോൾ വിവാഹം കഴിക്കണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ മഹി പറയുന്നുണ്ട് സമയം നോക്കിയിട്ട്, എന്താ കൃഷേ രാവിലെ തന്നെ നിനക്ക് വട്ട് വല്ലതുമായോ? നേരം വെളുത്തല്ലേ ഉള്ളൂ, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പിച്ചിയും പഴയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ് പറയുന്നുണ്ട്, ഇല്ലടാ, എനിക്ക് ഇപ്പോൾ തന്നെ കൺമണിയെ കല്യാണം കഴിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തനി വട്ട് തന്നെയാണ്. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേനും കൃഷ് പറയുന്നുണ്ട്, ഞാൻ കൺമണിയുടെ അടുത്ത് തന്നെയായിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവൾക്ക് പനിയായിരുന്നടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇതാ ഇപ്പഴാ. പിന്നെ അത് ഇത്രയും സമയം വേണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം അവളെ കൊണ്ടുവന്ന് കറക്കി, ഞങ്ങൾ രാവിലെ വരെ ഓരോ സ്ഥലങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബെസ്റ്റ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും എനിക്കെന്തോ അവളെ പിരിയാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും നീ ഒരു മാർഗം പറയുക, അച്ഛനോടും അമ്മയോടും എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു താടാ എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞില്ലേ, എൻ്റെ ഉറക്കം കളഞ്ഞില്ലേ, അതുപോലെ അവിടെ അങ്കിളും ആൻറ്റിയും ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് അവരെ ഒന്ന് വിളിച്ച് നീ നിൻ്റെ കാര്യങ്ങളോട് അവതരിപ്പിക്കുക, അപ്പം ശരിയാവുമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കൃഷ് പറയുന്നു, നീ തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും സീരിയസ് ആയിട്ട് തന്നെ ഞാൻ അതെടുത്തു. എന്തായാലും അവരോട് പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ മഹി പറയുന്നുണ്ട്, ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഉറപ്പാണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ കൃഷ് അകത്തേക്ക് പോകുമ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് തന്നെ മാനസ് അവിടേക്ക് ഓടി വരുന്നു. എന്നിട്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൃഷിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അതുപോലെ മാനസയുടെ അച്ഛനും അമ്മയും ആൻറ്റിയമ്മയും എല്ലാവരും വരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇതൊരു തനിക്കൊരു കെണി ഒരുക്കിയതാണെന്നുള്ളത് ഉറപ്പായി. എന്താ കൃഷി നീ അന്തം വിട്ട് നിൽക്കുന്നതെന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? നീ എന്താ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. നീ എന്താ ഇവിടെ രാവിലെ തന്നെ? എനിക്കിവിടെ വരണം തോന്നി, ഞാൻ വന്നു, അതിനെന്താടാ കുഴപ്പം എന്ന് ചോദിക്കുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും കൂടി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആൻറ്റിയമ്മ വരുന്നുണ്ട്. ആൻറ്റിയമ്മ വന്നിട്ട് ഒരു കേക്കുമായിട്ട് വരുന്നു കേട്ടോ. ഇന്ന് മാനസയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിയമ്മയോട് ചോദിക്കുന്നത്, ഇന്ന് മാനസയുടെ ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ നിനക്ക് അറിയാത്തതുപോലെ? പക്ഷേ ഇതെല്ലാം തന്നെ ആൻറ്റിയമ്മയുടെ ഒരു നാടകമാണ് കേട്ടോ. അന്നല്ല മാനസയുടെ ബർത്ത്ഡേ, പക്ഷേ ഇന്നൊരു ദിവസം ക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും നമുക്ക് സംസാരിക്കാം, കേക്ക് മുറിക്കാം എന്ന് പറയുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി നിൽക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം കൃഷും മാനസയും കൂടെ പരസ്പരം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കൃഷിനെ പിന്നെയും മാനസ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റിയമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനമ്മയും പറയുന്നുണ്ട് മാനസയുടെ, എടാ ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, ഒരു ബോധം വേണ്ടേ പെണ്ണിനെന്ന് പറയുന്നു. അതിനെന്താ, അത് അവൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ ആൻറ്റിയമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇങ്ങനൊരു സർപ്രൈസ് കിട്ടുമെന്ന് ആരും വിചാരിച്ചില്ല, കൃഷിൻ്റെ മുഖം കണ്ടോ എന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇനി എന്താ വേറൊരു കാര്യം കൂടി പറയാനുണ്ടല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ആൻറ്റിയമ്മ അവരുടെ കല്യാണ ഡേറ്റ് കുറിപ്പിച്ച് വന്നിരിക്കുക കേട്ടോ. ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ മാസം 28-ാം തീയതിയാണ് മാനസയുടെയും കൃഷിൻ്റെയും വിവാഹം, നല്ല ദിവസമാണ്, നല്ല തീയതിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷിനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. പിന്നീട് സാഗറാണെങ്കിലോ ഇനി മാനസയുടെ ബാംഗ്ലൂരിലെ എല്ലാ വർക്കുകളും തീർന്നു, ഇനി മാനസ നമ്മുടെ അലിഗയിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല അവൾക്കിപ്പോൾ അവളുടെ അതേ പോസ്റ്റിൽ തന്നെ ജോലി കിട്ടും GM ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള സ്റ്റാഫിനെല്ലാം തന്നെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ആരൊക്കെ മാനസയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചെയർമാനായിട്ടുള്ള ഞാൻ പോലും ഇനി ഇതിലൊന്നും ഇടപെടാൻ നിൽക്കില്ല കേട്ടോ എന്നൊക്കെ സാഗർ മാനസയ്ക്ക് അനുമതി കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേനും മാനസിക സന്തോഷമായി, ആൻറ്റിയമ്മയ്ക്കും സന്തോഷമായി കേട്ടോ. കാരണം അവർ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ സാഗർ പറയുന്നുണ്ട്, എന്തായാലും ഇവരുടെ വിവാഹം ഉറപ്പിച്ചു, ഇനി സാഗറിൻ്റെയും അതുപോലെ തന്നെ സുജു അല്ല ഇതിൽ നിൽക്കേണ്ടത്, അതുപോലെ കൃഷും മാനസിയാണ്, നിങ്ങളുടെയാണ് കമ്പനി, നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. പിന്നെ മോളോട് ഞാനൊരു കാര്യം കൂടി പറയാം, സാഗർ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷമാകുമ്പോഴത്തേനും ഒരു 20% ലാഭമെങ്കിലും നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു അങ്കിളെ, മാത്രമല്ല 20 ഒന്നല്ല
100% ഉറപ്പാണ് ലാഭം ഇരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. പിന്നീട് ക്രഷ് ആണെങ്കിലോ ഇതെല്ലാം തന്നെ ആൻറ്റിയമ്മയുടെ പ്ലാൻ ആണെന്നൊരു സംശയം. അങ്ങനെ മഹിയെ വിളിക്കുന്നുണ്ട്. മഹിയെ വിളിച്ചതിന് ശേഷം തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുക കേട്ടോ ചെയ്യുന്നത്. മഹി, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്ക്. മറ്റൊന്നുമല്ല, ഇന്നലെ ഞാൻ അവിടെയാണെന്നുള്ള കാര്യം തന്നെ ആൻറ്റിയമ്മ നിന്നെ വിളിച്ചറിയിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും മഹി പറയുന്നുണ്ട്, ആൻറ്റിയമ്മയൊന്നും ഇന്നലെയൊന്നും എന്നെ വിളിച്ചിട്ടില്ലടാ, എന്താ നീ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നു. ആൻറ്റിയമ്മ ഇവിടെ നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മാനസ വന്നിട്ടുണ്ട്, മാനസയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. മാനസയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതല്ല, മാത്രമല്ല ഇന്ന് അവളുടെ ബർത്ത്ഡേ ഒന്നും അല്ല, ഇതെന്തൊരു പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇത് കാര്യം മാത്രമല്ല, പിന്നെ ഇനി അവൾ GM ആയിട്ട് നമ്മുടെ കമ്പനിയിലുണ്ടാവും. മാത്രമോ വീണ്ടും വേറെ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തീയതിയൊക്കെ കുറിച്ചു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആൻറ്റിയമ്മയാണ് ഇതിന് മുൻകൈ എടുത്ത് ചെയ്തത് എന്നൊക്കെ ക്രഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മഹി പറയുന്നുണ്ട്, എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കടാ, പക്ഷേ ആൻറ്റിയമ്മ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ, എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആൻറ്റിയമ്മ, ഞാൻ തന്നെയാടാ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. അപ്പോഴത്തേനും മഹി പേടിച്ച് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ വിചാരിച്ചത്? ആ കൺമണി ഒത്ത് നിനക്കിങ്ങനെ നടക്കാൻ സാധിക്കുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടാ, ഞാൻ അതിന് സമ്മതിച്ചു തരില്ല. നീ മാനസികമായിട്ടാണ് പ്രണയിക്കേണ്ടതും അവളെയാണ് വിവാഹം കഴിക്കേണ്ടതും. നീ വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? നീ കൺമണിയെ എന്തിനാണ് സ്നേഹിക്കാൻ നടക്കുന്നത്? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു വെറുതെയാണെന്ന്, പക്ഷേ ഇത് സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് ഞാൻ മാനസയെ വിളിച്ചു വരുത്തിയത്. ഇന്നിവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിലാക്കിയത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ ഞാനാണ് പറയുന്നത്, തീർച്ചയായും ഞാൻ നടത്തുമെന്ന് ആൻറ്റിയമ്മ കൃഷ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മയെന്ന് വിളിക്കുന്നുണ്ട്. നീ എന്നെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അനിയൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ ഒരു കമ്പനി. അതിൽ മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് അധികാരം സ്ഥാപിക്കാനൊന്നും ഞാൻ സമ്മതിച്ചെന്ന് വരില്ല, തൊലയ്ക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവിടെ മാനസയാണ് വേണ്ടത്, അവളാണ് അവിടെ ഇരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഇനി നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്നെ എതിർത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ശവമായിരിക്കും കാണേണ്ടി വരിക എന്നൊക്കെ ആൻറ്റിയമ്മ കൃഷിനെ പേടിപ്പിക്കുന്നു കേട്ടോ. നീ മര്യാദയ്ക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ കൃഷി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പിന്നീട് കൃഷും അതുപോലെ തന്നെ ആൻറ്റിയമ്മ അങ്ങനെ എല്ലാവരും ആ ഫാമിലിയിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആൻറ്റിയമ്മയാണ് ഇതിനെല്ലാം തന്നെ മുൻകൈ എടുത്തത്. പെട്ടെന്ന് ഇന്നലെ രാത്രിയാണ് ആൻറ്റിയമ്മ എല്ലാം തീരുമാനിച്ചതെന്നൊക്കെ സാഗറും സുജാതയും പറയുന്നുണ്ട്. എല്ലാവരും വിളിച്ച് പറഞ്ഞതും ഇവളെ വരുത്തിച്ചതും അതുപോലെ അവിടെ പോയിട്ട് ജോൽസിൻ്റെ അടുത്ത് പോയി ഡേറ്റ് കുറിച്ചതെല്ലാം എത്ര പെട്ടെന്നാണ് എല്ലാം തന്നെ തീരുമാനിച്ചത്. എന്തായാലും കൃപയെ എത്രയും പെട്ടെന്ന് ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകണം. അവിടെ നിന്ന് വന്ന ഉടനെ തന്നെ ഇവരുടെ കല്യാണം നടത്താം എന്നൊക്കെ സാഗറും അതുപോലെ സുജുവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, എന്താടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആൻറ്റിയമ്മയെ കുറിച്ചാണ് പെട്ടെന്നല്ലേ എല്ലാ തീരുമാനവും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മാനസികമായിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് മാനസയെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ, കൺമണി എത്രയും പെട്ടെന്ന് പുറത്താക്കണം. ഇപ്പം നിനക്ക് വലിയൊരു അധികാരമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി അവൾ ഒരിക്കലും തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. കൃഷുമായിട്ട് അവൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്, അത് നമുക്ക് തടയണം എന്ന് പറയുന്നു. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ ഒരു ഇഷ്ടത്തിലാണ് കൃഷി എന്ന്, പക്ഷേ അത് അന്ന് അംഗീകരിച്ചില്ല. അന്ന് എന്തോ ഒരു ബുദ്ധിയിൽ അങ്ങനെ തോന്നിയില്ല മോളെ, അതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എത്രയും പെട്ടെന്ന് അവൾ അവിടെ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവൾ തന്നെ അവിടെ നിന്ന് പോകണം. അതാണ് വേണ്ടത്, അതാണ് എനിക്ക് ആവശ്യം എന്ന് പറയുന്നു. അങ്ങനെ ആകുമ്പോഴാണ് കൃഷിൻ്റെ മനസ്സിലും അവളോട് ദേഷ്യം ഉണ്ടാവുള്ളൂ, അവളുടെ തിരിച്ച് മനസ്സിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എത്രയും പെട്ടെന്ന് അവർ തിരിച്ച് ആലികയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. കൃഷ്ണന് വേർത്തിട്ട് വേണം പോവാൻ, എന്നാലെയാണ് നിങ്ങളുടെ കല്യാണം നടന്നാലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. ആ കാര്യം ഞാൻ ഏറ്റു ആൻറ്റിയമ്മ, ഇനിയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ അധികാരത്തിലേറ്റാൽ ഇനിയിപ്പോൾ കൺമണി അധിക ദിവസം ആ ലിഗയിൽ നിൽക്കില്ല. ആ ദിവസം തന്നെ ഞാൻ അവളെ പുറത്താക്കേണ്ട നടപടികൾ സ്വീകരിക്കും. കൃഷിന് അവളെ മുന്നിലിട്ട് ഞാൻ ഒരുപാട് അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമെന്നൊക്കെ മാനസ ആൻറ്റിയമ്മയോട് പറയുന്നു. അതുതന്നെയാണ് വേണ്ടത്, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ, നിൻ്റെ കയ്യിലാണ് ഇപ്പോൾ താക്കോൽ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. അമ്മായിമാർ രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ ലക്ഷ്മിയോട് പാചകം ചെയ്യാനായിട്ട് ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഓ വന്നു എല്ലാവരും കൂടി. എന്താ ലക്ഷ്മി നീ അടുക്കളയിൽ? എന്ത് ചെയ്യാനാ ലക്ഷ്മി, അടുക്കളയിലായി, മൂദേവിയാണെങ്കിൽ ബെഡിലാണ് കിടക്കുന്നത് എന്നൊക്കെ കൺമണിയെ കളിയാക്കിക്കൊണ്ട് പറയാട്ടോ ചെയ്യുന്നത്. എൻ്റെ ഒരു വിധിയാണല്ലോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയും.